മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് ഇതാ 4 മാർക്കിന് വരെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. കാരണം ഇതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തിയറി എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ആന്തർ എന്നുള്ളത്. അപ്പൊ നോക്കി വെച്ചോളാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ട്രക്ചർ, ഇവിടെ സെന്ററിൽ കാണുന്ന പോർഷനെ നമ്മൾ കണക്റ്റീവ് എന്ന് പറയുന്നു. ആന്തറിന്റെ വാൾ ലേയേഴ്സ് ആണ് പിന്നെ ഇവിടെ കാണുന്നത് എപ്പിഡെർമിസ്, പിന്നെ വരുന്നത് എൻഡോത്തീഷ്യം, പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സ്പോറോജീനസ് ടിഷ്യൂ കാണാം. പിന്നെ വാൾ ലെയറിൽ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത് ടപ്പീറ്റം ആണ്. ഓക്കെ, ടപ്പീറ്റം ആണ്. ഇനി ഇവിടേക്ക് നോക്കിയാൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നു. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ വരുന്നത് എൻഡോത്തീഷ്യമാണ്. അത് കഴിഞ്ഞ് വരുന്നത് മിഡിൽ ലെയേഴ്സ്, ഈ ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടപ്പീറ്റം ആണ്. ടപ്പീറ്റം ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വോളാണ്. ബാക്കി മൂന്നും എന്താണ്? പ്രൊട്ടക്ഷനും അതുപോലെ ഡെഹൈസൻസിനുമാണ്. പിന്നെ ഉള്ളിലാണ് നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് നമ്മുടെ മൈക്രോസ്പോർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. സോ ഇത്രയും മാർക്ക് ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ്. സോ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് മൈക്രോസ്പോറോജെനസിസ് എന്നുള്ള ഡെഫിനിഷൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. See you soon in the next video. Bye bye.